നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുനെ എല്ലാവരും മറന്നു. ഇതാ കേരളത്തിൽ വയനാട്ടിൽ ഒരു രാത്രി കൊണ്ട് എല്ലാ മുഖവും മാറിയിരിക്കുകയാണ്. വയനാടിനെ ആകെപ്പാടെ കുലുക്കിയിരിക്കുന്ന ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നു. അർജുനെ എല്ലാവരും മറന്നിരിക്കുന്നു. ചാനലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വരെ 24 മണിക്കൂറും ലൈവായി കാണിച്ചുകൊണ്ടിരുന്ന അർജുന്റെ ആ ഒരു സംഭവത്തിൽ നിന്നും താൽക്കാലികമായി വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി അർജുൻ എന്ത് സംഭവിച്ചാലും കേരളത്തിലെ ചാനലുകൾക്ക് ഒരു ചുക്കുമില്ല. അർജുന്റെ കുടുംബം ഇനി ഇടപെട്ടാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ അനക്കമുണ്ടാവുകയുള്ളൂ. ശരിയാണ്, വയനാടിനെ ആകപ്പാടെ കുലുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്ന 50-ലേറെ പേരുടെ മരണം കവർന്നിരിക്കുന്ന ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത്. അർജുനായുള്ള തിരച്ചിൽ പാതി വഴിയിൽ മുടക്കിയിരിക്കുകയാണ് കർണാടക സർക്കാർ. അവിടേക്ക് കേരള സംഘം ഇന്ന് എത്തുമെന്ന് പറയുന്നു. മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. ഷിരൂരിൽ നിന്ന് മാധ്യമങ്ങളുടെ ശ്രദ്ധയെല്ലാം തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇനി അർജുന്റെ രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. മനാഫ് എന്ന അർജുന്റെ ഡ്രൈവർ നാളെ മുതൽ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേരെയും ലോറിയെയും കാണാതായ ശിരൂരിൽ മണ്ണ് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന നടത്തുന്നതിന് കേരള സർക്കാർ നിയോഗിച്ച കാർഷിക സർവകലാശാല സാങ്കേതിക വിദ്യാ വിഭാഗം ഇന്ന് ശിരൂരിലെത്തും. തൃശൂർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ AJ വിമൻസി, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതീഷ്, ഓപ്പറേറ്റർ നിതിൻ എന്നിവരാണ് തിങ്കളാഴ്ച ശിരൂരിലേക്ക് പുറപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ എത്തുന്ന സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന മന്ത്രി AK ശശീന്ദ്രനുമായും ഉത്തര കർണാടക അധികൃതരുമായും ചർച്ച നടത്തും. പുഴയിലെ മണ്ണ് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കും നടക്കുക. ഇതിനാവശ്യമായ യന്ത്രം തൃശൂരിൽ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമശ്രദ്ധ ശിരൂരിൽ നിന്നും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇനിയുള്ള രക്ഷാപ്രവർത്തനമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഒന്ന് മുങ്ങിപ്പൊങ്ങിയതിനു ശേഷം ഒന്നും ലഭിച്ചില്ല എന്ന നേരത്തെ പറഞ്ഞ കഥ തന്നെ വീണ്ടും പറഞ്ഞ് കുടുംബത്തെ വിശ്വസിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും കണ്ടറിയേണ്ടതുണ്ട് ഇനി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കുടുംബം പ്രതികരിച്ചത് അർജുൻ ഉൾപ്പെടെയുള്ള 3 പേരുടെ തിരച്ചിൽ അത് നിർത്തരുത് എന്നാണ്. മാത്രമല്ല എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എന്തും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇന്നിപ്പോൾ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മൾ ഓർത്തു പോകുന്നത് അർജുന്റെ ആ ഒരു അവസ്ഥ തന്നെയാണ്. ചെളിക്കിടയിൽ നിന്ന് കൈയും കാലും ഇട്ടടിക്കുന്ന ഒരു മനുഷ്യന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോൾ വൈറലായിരുന്നു. അതുപോലെയൊക്കെ തന്നെ അർജുനും അങ്ങനെയൊക്കെ കൈയും കാലും ഇട്ടടിച്ച് ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു ചിന്തയും ഒക്കെ തന്നെ ഇപ്പോൾ വരികയാണ്. എന്തായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അത് അനിശ്ചിതത്വത്തിലേക്ക് തുടരുന്നു എന്ന് തന്നെ മനസ്സിലാകുന്നു. മാധ്യമ ശ്രദ്ധയും അല്ലെങ്കിൽ മാധ്യമങ്ങളും അർജുനെ മറക്കാൻ ഇനി അധിക ദിവസമില്ല എന്നുകൂടി പറയുന്നു.